ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ആഴ്ച നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ പരസ്നേഹത്തെ പറ്റിയാണ് നാം ധ്യാനിച്ചത്. അവിടെ നല്ല സമരിയാക്കാരൻ എന്നത് ക്രിസ്തുവായിരുന്നു. അർത്ഥപ്രാണനിൽ കിടന്നിരുന്ന മനുഷ്യൻ പാപത്തിൽ നിപതിച്ച നമ്മൾ ഓരോരുത്തരും തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവസ്നേഹത്തെ പറ്റിയാണ്. എപ്രകാരമാണ് നാം ആ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഒന്നാം വായനയിൽ നാം കേട്ടത് അബ്രഹാം എത്ര മനോഹരമായിട്ടാണ് തൻ്റെ കൂടാരവാതിൽക്കൽ വന്നവരെ സ്വീകരിച്ചത് എന്നാണ്. ഹെബ്രായരുടെ ലേഖനത്തിൽ പറയുന്നു, ദൈവദൂതന്മാർ എന്നറിയാതെയാണ് അബ്രഹാം സ്വീകരിച്ചത് എന്ന്. ദൈവദൂതന്മാരെ സ്വീകരിക്കാൻ ധാരാളം പേരുണ്ടാകും, എന്നാൽ സാധാരണ മനുഷ്യരെ സ്വീകരിക്കാൻ ആരുമുണ്ടാകില്ല എന്നതാണ് സത്യം. അതാണ് അബ്രഹാത്തെ വ്യത്യസ്തനാക്കുന്നത്. സുവിശേഷം പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ദൈവസ്നേഹത്തിലേക്ക് കടക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ് സഹോദര സ്നേഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന്. അതിനാൽ ഒന്നാമത്തെ പാഠം സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നത് തന്നെയാണ്. സുവിശേഷത്തിൽ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്ന മർത്ത മറിയം സഹോദരിമാരെയാണ് കാണുന്നത്. മർത്ത മറിയം സഹോദരിമാരുടെ മനോഭാവം ദൈവസ്നേഹത്തിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമതായി മനസ്സിലാകുന്നത് യേശുവിനോട് വ്യക്തിപരമായ ഒരു സ്നേഹം ഇരുവർക്കും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ അത് പ്രകടിപ്പിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒരുവൾ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് പ്രകടമാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ യേശുവിനെ ശ്രവിച്ചുകൊണ്ട് പ്രകടമാക്കുകയാണ്. രണ്ടും അതിൽ തന്നെ നല്ല കാര്യങ്ങളാണ്. യേശു കുറ്റപ്പെടുത്തുന്നുമില്ല. എന്നാൽ അതിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് യേശുവിൻ്റെ പിന്നീടുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ദൈവസ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്നത് സഹോദര സ്നേഹത്തിൽ വരുന്ന വിള്ളലുകളാണ്. അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില അറിവുകൾ ഇവിടെ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്ന പരാതി. 2, എന്നെ സഹായിക്കാൻ അവളോട് പറയുക എന്ന മർത്തായുടെ ഉപായം. 3, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രതികരണം. ഒന്നാമതായി, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്ന പരാതി. ഇത്തരം ഒരു പരാതി വരാനുള്ള കാരണം തന്നെ തൻ്റെ പ്രവൃത്തി മറ്റൊരാളുടെ പ്രവൃത്തിയുമായി താരതമ്യപ്പെടുത്തിയത് വഴിയാണ്. സത്യത്തിൽ മർത്തായുടെ പ്രവൃത്തി യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. എന്നാൽ അത് പിന്നീട് കോപത്തിൻ്റെയും കുറ്റം പറച്ചിലിൻ്റെയും നീരസത്തിൻ്റെയും ഉറവിടമായി മാറുകയാണ്. മർത്തയ്ക്ക് യേശുവിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ അവസരം അവൾക്ക് തന്നെ ഒരു ഭാരമായി മാറുന്നു. എത്രയോ പേർ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. മർത്തയ്ക്ക് ആ അവസരം കിട്ടിയപ്പോൾ അത് കുടുംബത്തിലെ സഹോദര ബന്ധത്തെ പോലും തകർക്കുന്ന തരത്തിലേക്ക് അത് മാറുന്നു. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിലും സംഭവിക്കാം. പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. മക്കളെ ഒരുക്കി വിടുന്നതിലാകട്ടെ, വയസ്സായ മാതാപിതാക്കളെ നോക്കുന്നതിലാകട്ടെ, പലപ്പോഴും വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കുകയും എന്നാൽ പിന്നീട് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അത് ചെയ്യുന്നില്ല എന്ന പരാതിയുമായി നാമും ദൈവത്തെ സമീപിക്കാറുണ്ട്. മാതാപിതാക്കളെ പരിചരിക്കാൻ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ അവസരം ഒടുവിൽ ഭാരമായി തീരുകയും സഹോദര സ്നേഹം നഷ്ടപ്പെടുത്തുന്നതാകുകയും ചെയ്യുന്നു. മർത്തായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിനെ പ്രതി ചെയ്തിരുന്ന പ്രവൃത്തിയിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് ഫോക്കസ് മാറി അവൾ തന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഉത്കണ്ഠ കയറി വരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 തവണ ആവർത്തിക്കുന്ന ഒന്നാണ് ഭയപ്പെടേണ്ട എന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനെ പറ്റിയും ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട എന്ന്. മത്തായിയുടെ സുവിശേഷം പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം?
കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. കർത്താവിലുള്ള ഈ വിശ്വാസം നഷ്ടമാകുമ്പോഴാണ് ഭയവും ഉത്കണ്ഠയും കടന്നു വരുന്നത്. ഉത്കണ്ഠ മൂലം മനുഷ്യന് ആദ്യം നഷ്ടമാകുന്നത് ദൈവാശ്രയവും ദൈവവിശ്വാസവുമാണ്. കർത്താവിലുള്ള ആശ്രയം നഷ്ടമാകുമ്പോൾ പതിയെ മനുഷ്യൻ അവൻ്റെ തന്നെ കഴിവിലും ശക്തിയിലും അല്ലെങ്കിൽ മറ്റൊരു സാങ്കല്പിക ശക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒന്നാം പ്രമാണ ലംഘനത്തിലേക്ക് വഴുതി വീഴുന്നു. ഒന്നാം പ്രമാണ ലംഘനത്തെ തുടർന്ന് സംഭവിക്കുന്നത് നോക്കുക. യേശുവിനെ കുറ്റപ്പെടുത്തുന്നു, അവളെ പരിഗണിക്കുന്നില്ല, അവളുടെ വിഷമതകൾ കാണുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഉയരുന്നു. അങ്ങനെ കുറ്റാരോപണത്തിലും പിറുപിറുപ്പിലും എത്തിച്ചേരുന്നു. പിറുപിറുപ്പും കുറ്റാരോപണവും ഏറെ ഗൗരവമുള്ള തിന്മകളിൽ ഒന്നാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത സീനായി ഉടമ്പടിക്ക് ശേഷം തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് എത്തിച്ചേരാതെ 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞതിന് ഒരു കാരണം അവിശ്വാസവും ദൈവാശ്രയവും നഷ്ടപ്പെട്ടതിനൊപ്പം അവരുടെ പിറുപിറുപ്പായിരുന്നു. അവർ ദൈവത്തിനും മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുക്കുകയും പഴി പറയുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചില അനുഗ്രഹങ്ങളിലേക്ക് നാം എത്തിപ്പെടാത്തതിനും കാരണം ഇത്തരം പിറുപിറുപ്പോ കുറ്റാരോപണങ്ങളോ ആണ്. തനിക്കിഷ്ടപ്പെടാത്ത കാര്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തൽ, കർത്താവിൻ്റെ അഭിഷിക്തരെ കുറ്റപ്പെടുത്തൽ, സഹോദരങ്ങളെ കുറ്റപ്പെടുത്തൽ. ഓർക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കുറ്റം പറയുന്നവനായി പറയുന്നത് പിശാചിനെയാണ്. നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും ദൈവസമക്ഷം രാപകൽ പഴി പറയുകയും ചെയ്യുന്നവൻ എന്നാണ് പിശാചിനെ പറ്റി പറയുന്നത്. കുറ്റം പറയുമ്പോൾ നാമും പിശാചായി മാറുകയാണ്. സാഹചര്യത്തെ തൻ്റെതായ രീതിയിൽ വിലയിരുത്തിയിട്ട് സ്വന്തം സഹോദരിയെ പറ്റി കുറ്റം പറയുന്ന മർത്തായുടെ സ്വഭാവം നമ്മിലുമുണ്ട്. കുറ്റം പറയിൽ ഒരു ഹോബി പോലെ ആസ്വദിക്കുന്നവർ പോലുമുണ്ട്. കുറ്റം പറയുന്നവർ ഒരിക്കലും തങ്ങളുടെ സ്വഭാവമാണ് മാറേണ്ടത് എന്ന് കരുതുന്നില്ല. അവർ തങ്ങളുടെ തന്നെ പ്രവൃത്തികളോട് അന്ധരായിരിക്കും. മറ്റുള്ളവരുടെ സ്വഭാവമാണ് മാറേണ്ടത് എന്ന് കരുതും. തീർച്ചയായും മർത്തയ്ക്ക് പണി കൂടിയത് മറിയം കൂടെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ്. എന്നാൽ മർത്ത തൻ്റെ ഭാഗത്തു നിന്ന് മാത്രം കാണുകയും മറിയത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കർക്കശമായി ഇത് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ പറയുന്നു, അപവാദം പറയുന്നവൻ മൂഢനാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, കുറ്റം പറച്ചിൽ പൂർണ്ണമായി ഒഴിവാക്കാം. കുറ്റം പറഞ്ഞ മർത്തയുടെ സ്വഭാവം അവളെ തെറ്റായ പ്രാർത്ഥനയിലേക്കാണ് നയിക്കുന്നത്. എന്നെ സഹായിക്കാൻ അവളോട് പറയുക. സ്വയം സഹതാപം അർഹിക്കുന്നവൾ എന്ന ചിന്തയാണ് അവളെ നയിക്കുന്നത്. യേശുവിനോടുള്ള അവളുടെ അപേക്ഷയിൽ പ്രശ്നത്തിന് പരിഹാരം അവൾ തന്നെ നിർദ്ദേശിക്കുന്നു. യേശുവിനെ ഒരക്ഷരം പോലും പറയാൻ അനുവദിക്കാതെ അവൾ സാഹചര്യം വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിന് ദൈവത്തെക്കാൾ അറിവ് തനിക്കുണ്ട് എന്ന അഹങ്കാരം വെളിപ്പെടുകയാണ്. അപ്രകാരം പരിഹാരം നമ്മൾ തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെക്കാൾ ഉപരിയായി നാം നമ്മെ തന്നെ സ്ഥാപിക്കുകയാണ്. അതിനാൽ നമ്മൾ ഓർക്കേണ്ടത്, പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉദ്ദേശ്യം നാം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ദൈവത്തെ പ്രാപ്തനാക്കുകയല്ല, മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിന് വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുന്നതിന് പകരം ദൈവസ്വരം കേൾക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. മർത്തായുടേതുപോലെ താരതമ്യപ്പെടുത്തൽ, സ്വയം സഹതാപമർഹിക്കുന്നവളായുള്ള ആത്മനീതീകരണത്തിൻ്റെ, സഹോദരിയോട് പോലുമുള്ള രോഷം, കുറ്റം പറച്ചിൽ, പരാതിപ്പെടൽ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കരുത് നമ്മുടേത്. ഇതിനേറെ നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു എന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യാത്തതിനെക്കുറിച്ച് പരാതി പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിനാൽ പ്രാർത്ഥനകൾ പരാതികളാകാതിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ ഗെത്സമൻ തോട്ടത്തിൽ പിതാവിൻ്റെ ഹിതം നിറവേറുവാൻ പ്രാർത്ഥിച്ച യേശുവിനെ പോലെ അവിടുത്തെ ഹിതം നിറവേറുന്നതിനായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. മൂന്നാമതായി, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഏറെ ചിന്തിക്കേണ്ട ഒരു വചനം കൂടിയാണിത്. ദൈവത്തോടൊപ്പമായിരിക്കാനും അവിടുത്തെ ശ്രവിക്കുന്നതിനുമാണ് അവിടുന്ന് മനുഷ്യനെ ആത്യന്തികമായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഏദൻ തോട്ടത്തിലെ ആദ്യ ദിനങ്ങളിൽ പാപം ചെയ്യുന്നതുവരെയും ദൈവമനുഷ്യ ബന്ധം ഇത്തരത്തിൽ വളരെ അഗാധമായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം വരച്ചു കാണിക്കുന്നു. പിന്നീട് ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം വിവിധ ഉടമ്പടികൾ വഴി ഇടപെടുന്നത് കാണുന്നു. ഏറ്റവും അവസാനം സ്വപുത്രൻ ഇമ്മാനുവേലായി മനുഷ്യരോടൊപ്പമായിരിക്കാൻ
മാംസം ധരിച്ചു. ഒടുവിൽ ദിവ്യകാരുണ്യത്തിലൂടെ ലോക അവസാനം വരെ നമ്മോടൊപ്പം ആയിരിക്കുന്നു. എന്നാൽ നാം ദൈവത്തോടൊപ്പമായിരിക്കാൻ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. വചനം വായിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക എന്നിവ ദൈനംദിനം ദൈവത്തോടൊപ്പമായിരിക്കാൻ നാം തിരഞ്ഞെടുക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ദൈവം നമ്മെയും നോക്കി ഇപ്രകാരം പറയും, നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ദേവാലയത്തിൽ ദിവ്യബലിയും മറ്റു കൂദാശകളും പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ സാന്നിധ്യം എവിടെയാണ്? അവിടുത്തെ പാദത്തിൻ ചുവട്ടിലാണോ, അതോ വ്യഗ്രചിത്തരായി പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണോ താല്പര്യം? പലപ്പോഴും ഇടവക തിരുനാളുകളോടനുബന്ധിച്ച് ദേവാലയത്തിൽ ദിവ്യബലി നടക്കുമ്പോൾ ഒരു കൂട്ടർ മറ്റു പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന തിരക്കിലായിരിക്കും. എന്നാൽ ക്രിസ്തു പറയുന്നു, അവനോടൊപ്പം ഇരുന്ന് വചനം കേൾക്കുക എന്നതാണ് ഏറ്റവും നല്ല ഭാഗം. പ്രാധാന്യങ്ങളുടെ ലിസ്റ്റിൽ അവനോടൊപ്പം ആയിരിക്കുന്നതാണ് പ്രധാനം. അതിനാൽ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മാത്രമല്ല, സഹോദരരെ പഴിചാരാതെ, കുറ്റപ്പെടുത്താതെ ദൈവഹിതത്തിന് വഴങ്ങി ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്കും കഴിയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.